നമ്മളുടെ അച്ഛനമ്മമാരാണ് നമ്മളുടെ മുജ്ജന്മം. ആ അച്ഛനമ്മമാരുടെ പുനർജന്മമാണ് നമ്മൾ. അച്ഛനാണ് ജീവന് കാരണം. പക്ഷെ അമ്മ എന്താണ്? അമ്മ മറ്റു മാതൃകകളൊന്നുമില്ലാത്ത അത്രയും വലിയ മാതൃകാ മാതാവാണ്. അമ്മയുടെ സ്വപ്നമാണ്, ജീവനാണ്, ശരീരമാണ്. അമ്മ തന്നെയാണ് ആ ജീവനായി പുനർജനിക്കുന്നത്. അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് പുതുജീവൻ ജനിക്കുന്നത്. നമ്മളുടെ മുജ്ജന്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അമ്മയും അച്ഛനുമാണ്. നമ്മളുടെ പുനർജന്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മക്കളാണ്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ നമ്മളുടെ മാസ്റ്റേഴ്സ് ഈ കുഞ്ഞു തലമുറയെ വഴിതെറ്റിക്കുകയാണ്. റിയാലിറ്റിയെ എന്താണെന്ന് മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും കഴിയണം. ഒരു കുഞ്ഞ് ചെടി നട്ടാൽ അത് പുനർജനിക്കുന്നത് അതിൻ്റെ വിത്തിൽ നിന്നാണ്, അല്ലേ? അതല്ലാതെ ആ ഒരു കുഞ്ഞ് പുല്ല് അടുത്ത ജന്മത്തിൽ ആലായിട്ട് കിളിക്കുമോ? ഇല്ല, അല്ലേ? തെങ്ങൊരിക്കലും കവുങ്ങായിട്ട് പുനർജനിക്കുമോ? ജനിക്കാൻ പറ്റുമോ? ഇതുപോലെ തന്നെയുള്ള സിലബസാണ്. ഒരു പട്ടിക്കുട്ടിക്ക് പോലും അറിയാം എന്ത്, അതിൻ്റെ മുജ്ജന്മം ഏതാണെന്ന്, അതിൻ്റെ പുനർജന്മം എന്താണെന്ന്. നമ്മൾ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും പുനർജനിച്ചതാണ്. അതുപോലെ തന്നെ മക്കൾ ജനിക്കുന്നത് ഒരു മന്ത്രവാദിയുടെയും ഒരു അന്ധവിശ്വാസികളുടെയും പുനർജന്മ സിദ്ധാന്തത്തിൽ നിന്നിട്ടല്ല. നമ്മളുടെ അമ്മയുടെയും അച്ഛൻ്റെയും ആത്മസമ്പാദ്യത്തിൽ നിന്നിട്ടാണ് പുത്രൻ, ആത്മജനൊക്കെ ജനിക്കുന്നത്. അല്ലാതെ എൻ്റെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളോ ഒന്നും പുനർജനിച്ചിരിക്കുന്നത് മറ്റേതെങ്കിലും പുനർജന്മവാദിയുടെ സിദ്ധാന്തത്തിൻ്റെ ഫലമായിട്ടല്ല.